ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് ഔട്ട്ഫിറ്റ്സ് മൊത്തം ഫെസ്റ്റിവൽ വെയറിന് പറ്റിയിട്ടുള്ളതാണ്. എത്നിക് വെയർ, പിന്നെ ഒരു ഫ്രോക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ എത്നിക് വെയറിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ്, അതും അഫോർഡബിൾ റേഞ്ചിന്. കാരണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിലിൽ നമുക്ക് റേറ്റ് ഇത്തിരി കുറവ് കാണുന്നുണ്ട്. ഞാൻ മേടിച്ച സമയത്തുള്ള റേറ്റും ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയണ്ടല്ലോ, നമുക്ക് നമ്മുടെ കളക്ഷൻസ് വെച്ച് കാണാം. അപ്പോൾ കളക്ഷൻ കാണേക്കാളും മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് വെച്ചിട്ട് ഫസ്റ്റ് തുടങ്ങാം. ബീബ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അവർ നല്ലൊരു ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ഇറക്കുള്ളൂ. അപ്പോൾ ബീബ ബ്രാൻഡിൻ്റെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്, ഔട്ട്ഫിറ്റാണ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് യോക്കിൽ ഫുൾ ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് ബട്ടനാണ്, അതും ഓപ്പണേബിൾ ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് വൈസ് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ യോക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും പറയാനില്ല, സിമ്പിളായിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ജോർജറ്റിന് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ യോക്ക് കഴിഞ്ഞിട്ട് ഫ്രില്ല് വന്നിട്ട് നമുക്കൊരു കുറച്ച് ഫ്രില്ല് നാർക്കലി സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലിൽ ഫുൾ ഫ്ലയറോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്. ഉള്ളിൽ ഇന്നർ കൊടുത്തിട്ടുണ്ട്, ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സീത്രൂ ഒന്നുമല്ല. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവിൽ ലൈനിങ് ഒന്നുമില്ല കേട്ടോ. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, അതുപോലെ എലാസ്റ്റിക് ആണ് ഈ ഒരു പോർഷനിൽ ടൈറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. 3/4 സ്ലീവാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു പഫ് ടൈപ്പായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കയറ്റി ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് 3/4 ആണ്. എങ്ങനെ വേണമെങ്കിലും ഇടാം, ഇറക്കി വേണമെങ്കിൽ ഇടാം, കയറ്റി വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീനിൽ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ഹാൻഡ് വർക്കോ എംബ്രോയിഡറീസ് അങ്ങനെ ഒന്നും ഇല്ല. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇനി ലാർജ് സൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൈ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ 36 അങ്ങനെ എന്താ. ശരിക്കും ലാർജ് എന്ന് പറയുമ്പോൾ 40 ആണ് സൈസ് വേണ്ടത്. അപ്പോൾ മേടിക്കുക, കിട്ടുമ്പോൾ അത് ഇട്ട് നോക്കുക പെർഫെക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ലാർജ് സൈസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണിക്കുക. ആ ലാർജ് സൈസ് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്? ഓർഡർ ചെയ്യാനായിട്ട് വീഡിയോ കാണില്ലേ, വീഡിയോൻ്റെ സ്ക്രീനിൻ്റെ അടിയിൽ മോർ എന്ന് പറഞ്ഞിട്ട് കാണും, നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചുള്ള ലിങ്ക് മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് റേറ്റ്, എത്ര സൈസ് ഉണ്ട്, എങ്ങനെയാണ് മേടിക്കാൻ, അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ, പ്രസൻറ്റ് ആയിട്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ നോക്കിയാലോ. സിറിൽ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്. നല്ലൊരു ബോട്ടൽ ഗ്രീൻ ഷെയ്ഡിൽ ഫെസ്റ്റിവൽ വെയറിനൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ. അപ്പോൾ 3 പീസിൽ നമുക്ക് യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ യോക്കിൽ അത്യാവശ്യം നമുക്ക് ത്രെഡ് വർക്ക്, സ്വീക്വൻസ് വർക്ക്, ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ത്രെഡ് വർക്ക് കളറായിട്ടുള്ളതും അങ്ങനെ വെറൈറ്റീസാണ് നമുക്ക് ആ യോക്കിൽ കാണുന്നത്. എന്ന് വെച്ചാൽ ഫെസ്റ്റിവലൊക്കെ തിളങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു യോക്ക് വർക്ക്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയ ബൂട്ട വർക്കൊക്കെ പോയിട്ടുണ്ട്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ സിൽക്ക് കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ടോപ്പും അതുപോലെ തന്നെ ബോട്ടം നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു പാൻറ്റ്, ചെറുതായിട്ട് ഒരു ഇത്തിരി വിഡ്ത്ത് കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ പലാസോ അല്ല, എന്നാൽ പാൻറ്റും അല്ല, ആ ഒരു രീതിയിൽ. പിന്നെ അടിയിൽ ഇത്തിരി ഒരു നമുക്ക് സ്ലീവിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള പോലെ നമുക്ക് പാൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കേണ്ടത് 3/4 ആണ് ലെങ്ത്ത് വരുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയാണ് പക്ക. അപ്പോൾ 3/4 സ്ലീവും അതുപോലെ തന്നെ പാൻറ്റ് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ട കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം ടോൺ ടു ടോണിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫുൾ വീവിങ്ങിൻ്റെ വർക്കാണ് കേട്ടോ. ഫുൾ ഓവറോൾ നമുക്ക് വീവിങ്ങിൻ്റെ വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അവിടെ വാഷ് ചെയ്താൽ പോവില്ല. എന്തായാലും മെറ്റീരിയൽ വാസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 1000-1200 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഗ്രേറ്റ് ഫെസ്റ്റിവൽ സെയിലോ അങ്ങനെ എന്തൊക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടി. ചിലപ്പോൾ ഇനി ഇതിനേക്കാളും റേറ്റ് കൂടും. അപ്പോൾ ബ്രാൻഡ് മറക്കണ്ട, സിറിൽ ബ്രാൻഡിൻ്റെ. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് എനിക്ക് ഇപ്പോൾ പെർഫെക്റ്റ് സൈസാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നോക്കിയാലോ. ഇൻഡോയിര ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. അതുപോലെ യോക്കിൽ ഫുൾ എംബ്രോയിഡറി ത്രെഡ് വർക്ക്, സീക്വൻസ് വർക്ക് എല്ലാം ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്. മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വിസ്കോസ് മെറ്റീരിയൽ. 3/4 ആണ് സ്ലീവിൻ്റെ എൻഡിൽ ചെറുതായിട്ട് ഇങ്ങനെ സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റ് വരുന്നത് ഒരു പലാസോ ടൈപ്പ് ആയിട്ടുള്ള പാൻറ്റാണ്. സൈഡിൽ പോക്കറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യട്ടെ.
ഇല്ല, പോക്കറ്റൊന്നുമില്ല. സാധാരണ ഇൻഡോറ ബ്രാൻഡിൻ്റെ പോക്കറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വൺ സൈഡ് പോക്കറ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിൽ പോക്കറ്റൊന്നുമില്ല. നല്ല ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ. അതിൽ പ്രിറ്റി ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയിൽ ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റ് ഓവറോൾ. പിന്നെ വിഡ്ത്ത് വൈസ് നോക്കുമ്പോൾ ഇത്രയൊക്കെ തന്നെ മതി. അത്യാവശ്യം ഫെസ്റ്റിവലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇപ്പോൾ അപ്കമിങ് ഫെസ്റ്റിവൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കളക്ഷൻസാണ് ഈ പ്രാവശ്യം മൊത്തം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. സൈസ് ലാർജ് തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. ലാർജ് ആയാലും ഒരു പൊടിക്ക് ലൂസ് ഉണ്ട്, ഒരു പൊടിക്ക് അധികമൊന്നും ഇല്ല. പക്ഷേ വിസ്കോസ് മെറ്റീരിയലാണ് ഈ ഇൻഡോറ ബ്രാൻഡിൻ്റെ ഒരുവിധം ഈ ഒരു പാറ്റേണിൽ വരുമ്പോൾ കൂടുതൽ വിസ്കോസ് മെറ്റീരിയലാണ് വരാറ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് കളർ വൈസും അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ എവിടെ നിന്നാലും കാണുന്നൊരു കളറല്ലേ, ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ലാർജാണ് സൈസ് മറക്കണ്ട, ഇൻഡോറ ബ്രാൻഡ്. പിന്നെ ലീവ സർട്ടിഫൈ ഇതിൻ്റെ കൂടെ ടാഗും കൂടി ഉണ്ട്. അപ്പോൾ ലീവ സർട്ടിഫൈ ആയതുകൊണ്ട് തന്നെ കണ്ണടച്ച് നമുക്ക് മേടിക്കാം. അപ്പോൾ ഇന്ന് നോക്കിയാൽ അടുത്തത് ഇൻഡോറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ നല്ല അടിപൊളി ബ്രൈറ്റ് വൈൻ ഷെയ്ഡിലുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതും ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളി ക്വാളിറ്റി. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് സിൽക്ക് ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ വർക്കിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ ഒരു കളക്ഷനാണ്. യോക്ക് തൊട്ട് അടി വരെ ഫുൾ വർക്കാണ്. അപ്പോൾ യോക്കിലത്തെ വർക്ക് നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്ക്, പേൾ വർക്ക്, കല്ല്, അങ്ങനെ എല്ലാ തരം വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഓവറോൾ പോയിരിക്കുന്നത്. അത്യാവശ്യം ഫുൾ ഹെവി കളക്ഷൻ. പിന്നെ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിയിൽ വരെ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. അതും സ്കാലപ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. സൈഡിൽ നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ സ്കാലപ്പ് പോലെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ കറക്റ്റ് ഒന്നുകൂടി ഒരു ബൂട്ടിക്ക് കളക്ഷനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ പാൻറ്റിൻ്റെ അടിയിലും സെയിം നമുക്ക് ഓർഗൻസയുടെ മെറ്റീരിയൽ വെച്ചിട്ട് കുറച്ചുകൂടി ബൂട്ടിക്ക് രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവിൽ നോക്കുമ്പോൾ പ്ലെയിൻ ആണ്, അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൊന്നുമില്ല. പക്ഷേ ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഓവറോൾ ടോപ്പ് ടു ബോട്ടം വരെ ഫുൾ ഓവറോൾ വർക്കാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട, അഫ്കോഴ്സ് ഓർഗൻസ ദുപ്പട്ട. ഒരുവിധം മിക്കതും ഇൻഡോറ ബ്രാൻഡിൻ്റെ ഓർഗൻസ ദുപ്പട്ടയാണ്. അതിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ടോൺ ടു ടോൺ ആ ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഒന്നുകൂടി ഫ്രണ്ട് തൊട്ട് മുകളിൽ തൊട്ട് അടി വരെ നോക്കിയാലോ, നല്ല വർക്കാണ് കേട്ടോ ഫുൾ. എനിക്ക് സൈഡ് സ്കാലപ്പ് ചെയ്തതും ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 1000 എബവ് ആണ് ഇതിൻ്റെ റേറ്റ് വൈസ് നോക്കുമ്പോൾ ഇത് വർത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ട്, ലിങ്കിൽ കയറി നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ലിങ്ക് എവിടെ കിട്ടുക? ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്, ഇപ്പോൾ കാണിച്ച വീഡിയോൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് ഏതാണെന്ന് ലിങ്കിൽ കയറിയാൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ മേടിച്ചപ്പോൾ ഇതൊരു 1300 സംതിങ് ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് അറിയണമെങ്കിൽ ലിങ്കിൽ കയറിക്കോളാം. ഇൻഡോറ ബ്രാൻഡിൻ്റെ ലീവ സർട്ടിഫൈ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു 3 പീസിൻ്റെ പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ. അപ്പോൾ റാണി പിങ്ക് ഷെയ്ഡാണ്. പിന്നെ ടോപ്പിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് കുർത്തിയാണ് വരുന്നത്. യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ, നല്ല പ്രിറ്റി ആയിട്ട് ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള ത്രെഡ് വർക്ക്, അതും 3D പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിധത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയ ബൂട്ട വർക്കാണ് കേട്ടോ ഓവറോൾ പോയിരിക്കുന്നത്. പിന്നെ അടിയിൽ ഇങ്ങനെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ഇതുപോലെ എംബ്രോയ്ഡറിയുടെ വർക്കും ലേസിൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഓർഗൻസ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ്റ് നോക്കുകയാണെങ്കിൽ സെയിം ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നോർമൽ ഒരു പാൻറ്റ്, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻറ്റിന് നല്ല കംഫർട്ടബിളാണ്, ഓർഗൻസ ആണല്ലോ, അപ്പോൾ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് കംഫർട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും കൂടി ഉണ്ട്. ദുപ്പട്ട എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ ദുപ്പട്ടയും ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ. പിന്നെ ഇത് ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൽ 3XL 4XL സൈസ് വരെ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തോ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് മേടിച്ചപ്പോൾ എനിക്ക് 1300 ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് മേടിച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറയും. അല്ലാത്ത സമയത്ത് മേടിക്കുകയാണെങ്കിൽ 1800 600 ആ ഒരു റേഞ്ചൊക്കെ ആവും വരാട്ടോ. കാരണം ഇത് പ്യുവർ ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ലാർജ് സൈസ് ഇൻഡോറ ബ്രാൻഡിൻ്റെ, സാവേരി പേൾ ബ്രാൻഡിൻ്റെ നല്ലൊരു എത്നിക് വെയർ ആയിട്ടുള്ള ഒരു പ്രിറ്റി ഇയറിംഗ് ആണ് കേട്ടോ. കുന്തൻ്റെ സ്റ്റോണും അതുപോലെ അമേരിക്കൻ
അമേരിക്കൻ അല്ല, ഓസ്ട്രേലിയൻ ഡയമണ്ടൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് കുന്തൻ്റെയും അതുപോലെ തന്നെ പേളുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല എത്നിക് വെയർ ആയിട്ടുള്ള കളക്ഷനാണ്. അത്രയ്ക്ക് ഹെവി എന്നൊന്നും പറയാനില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. സാവേരി പേൾ ബ്രാൻഡ്. സാവേരി പേളിലൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അവർക്ക് ചെറുതായിട്ടുള്ളത് സ്റ്റഡ് പോലത്തെ തൊട്ട് വലിയ ഇയറിങ്സ്, പിന്നെ ഇതിനേക്കാളും നീളമുള്ളത്, അങ്ങനെ വെറൈറ്റീസ്. ഇതെന്തായാലും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ പിങ്ക് എന്ന് പറയുമ്പോൾ ഏതൊരു ഔട്ട്ഫിറ്റിനും മാച്ച് ആയി പോകുന്ന വിധത്തിൽ. പിന്നെ ഇതിൽ വൈറ്റ് കളറുടെ സ്റ്റോണും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് കളറുടെ സ്റ്റോൺ കറക്കുമെന്ന് ചോദിച്ചാൽ കറക്കില്ല. നല്ല ഇപ്പോൾ ഏകദേശം 1.5 കൊല്ലത്തോളമായി ഞാനിത് മേടിച്ചിട്ട്. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല, ഒരു കല്ല് പോലും ഇതിൻ്റെ പോയിട്ടില്ല കേട്ടോ. എന്തായാലും ഇത് ലുക്ക് അടിപൊളിയല്ലേ, സാവേരി പേൾ ബ്രാൻഡിൻ്റെ കേട്ടോ. ഇപ്പോൾ റേറ്റ് സംതിങ് 200 സംതിങ് ആ ഒരു റേഞ്ചാണ് വരുന്നത്. 200 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി റേറ്റ് കൂടുതലാണ്. പിന്നെ ഓൺലൈനാണല്ലോ, ഓഫ്ലൈനിൽ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും റേറ്റ് കുറവുണ്ടോ അറിയില്ല കേട്ടോ. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ റേറ്റ് 200 സംതിങ് ആണ് കേട്ടോ. ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഫെസ്റ്റിവലിനൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് അല്ലേ നമ്മൾ കാണിച്ചത്. നല്ല ബ്രൈറ്റ്, നല്ല അടിപൊളി ഷെയ്ഡുകളും നല്ല അടിപൊളി വർക്കൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കണ്ട. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള എങ്ങനെ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ ആമസോൺ സൈറ്റിൽ നിന്ന് സാധാരണ ഇങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാമെന്നറിയാമല്ലോ, അതേപോലെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ ക്ലിക്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറി ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ വേറെയും കുറേ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ തന്നെ വേറെ കളർ ഓപ്ഷൻസ് ഉണ്ട്, വേറെ പാറ്റേൺസ് ഉണ്ട്. ബീവ ബ്രാൻഡ് എന്നാലും സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇൻഡോയിര ബ്രാൻഡ് സെർച്ച് ചെയ്യാം. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആമസോൺ സൈറ്റിൽ. ആമസോൺ പറയുമ്പോൾ വേൾഡ് വൈഡ് ആണല്ലോ നമുക്ക് എല്ലായിടത്തും. അപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമസോൺ ഹോൾ. അപ്പോൾ അടുത്ത ആമസോൺ ഹോളായിട്ട് വരാം കേട്ടോ. ടിൽ ദെൻ ബൈ.